അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ക്രിസ്റ്റി മരിയ സെബാസ്റ്റ്യൻ. ഞങ്ങൾ പാലാരൂപത ശാന്തിഗിരി ഇടവയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ മോളി സെബാസ്റ്റ്യൻ. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2019 2019 നവംബറിൽ അമ്മയാണെന്ന് ഉടമ്പടി എടുത്തത്. അന്ന് ഞങ്ങൾ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് വെച്ചിരുന്നത് 10 വർഷത്തോളമായിട്ട് ഞങ്ങളുടെ സ്ഥലം എൻ്റെ അപ്പാടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേരിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതി വെക്കുകയും പക്ഷേ അത് ഒരു വിശ്വാസവഞ്ചന എന്ന പോലെ പിന്നീട് തിരിച്ചു കിട്ടാതെ വരികയും ചെയ്തായിരുന്നു. ഒരുപാട് ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി. പക്ഷെ ഒരിക്കലും തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എല്ലാ രീതിയിലും ശ്രമിച്ചു നോക്കി. അവസാനം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ തരാമെന്ന് സമ്മതിച്ചു. പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവൾക്ക് നന്നായിട്ട് പാസ്സാവാൻ വേണ്ടിയായിരുന്നു അന്ന് നിയോഗം വെച്ചിരുന്നത്. അതുപോലെ തന്നെ 100 പിള്ളേർ പഠിച്ച കോളേജിൽ 99 പേര് എക്സാമിൽ എഴുതിയിൽ കോളേജ് ടോപ്പറായിട്ട് അവൾ പാസ്സാവുകയും ചെയ്തായിരുന്നു. ഇനി എൻ്റെ ഉടമ്പടി ഞാൻ അതിനുശേഷം അമ്മ ഉടമ്പടി എടുത്തെങ്കിലും പക്ഷേ അത് കഴിഞ്ഞ് കോവിഡ് ടൈമെല്ലാം വന്നു. ഞാൻ ഒരിക്കലും ആ ഉടമ്പടിയിൽ പ്രാർത്ഥനകളിൽ മാത്രം കൂടിയിരുന്നു. മറ്റൊരു കാര്യത്തിലും കൂടുവോ അല്ലെങ്കിൽ ഇവിടുത്തെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മാതാവിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് ഞാനതാണ് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നത്. അത് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഞാൻ വെറുതെ അത് തോണ്ടി വിടുക മാത്രമേ ചെയ്യുള്ളൂ. ഒരിക്കലും അത് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മാതാവിൻ്റെ അന്ന് ഇവിടുന്ന് ഫ്രണ്ടിലിരുന്ന മാതാവിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ ഫോണിലെടുത്തിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ആ മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ ലോക്ക് സ്ക്രീനിൽ കിടക്കുന്ന എപ്പോഴും മാതാവ് അന്ന് തൊട്ട് കൂടെയുണ്ട്. പക്ഷേ അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിലേക്ക് വരുന്നത് 2022-12-2022 എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് പറഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം തുടങ്ങാം. ഇങ്ങനെ പട്ടിക്കാട്ടം പോലെ ഒരു ജീവിതം കിട്ടിയിട്ടും എങ്ങനെയാണ് ക്രിസ്റ്റി നിനക്ക് ഇപ്പോഴും ദൈവത്തെ പ്രഘോഷിക്കാൻ പറ്റുന്നതെന്ന് അവൾ എന്നോട് ചോദിച്ചു. അതിനുള്ള കാരണം ഞാൻ പറയാം. എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 13 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ അതികഠിനമായിട്ടുള്ള പെടലി വേദന, അതായത് ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് വേദന വരും. അത് എഡറുവാണോ അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് വല്ലാതെ എടറുന്ന പോലെ വരും. അതിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അത് വരും. അത് 5 ദിവസത്തോളം നിൽക്കും. ആ സമയത്തെന്ന് പറഞ്ഞാൽ കിടക്കാൻ പറ്റത്തില്ല, കിടന്നാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല. പലവിധ ഈ കുഴമ്പുകൾ പോലത്തെ അങ്ങനത്തെ പല സാധനങ്ങൾ അല്ലാതെ മരുന്നുകളൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ ലാസ്റ്റ് ഡോക്ടറെ കണ്ട് എനിക്കൊരു 18 വയസ്സുള്ള സമയത്ത് ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്ത് പറഞ്ഞു ഇതൊരു ജന്മന ഉള്ളത് ഇങ്ങനെ ആ ബോൺ അത് വളഞ്ഞാണ് ഇരിക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ചെയ്യാൻ ആകെ അത് 1000 ഒരാൾക്കോ അങ്ങനെയൊക്കെ അപൂർവമായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് അതൊരു മേജർ സർജറി പോലെ വേണേൽ ചെയ്യാൻ പറ്റും, അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ എവിടെ പോയാലും അതേ നിങ്ങളോട് ഡോക്ടർ എവിടെ ചെന്നാലും അതേ പറയുള്ളൂ. അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയാലും വേറെ എവിടെ പോയി നോക്കിയാലും അത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞു. ശരി, അത് എക്സ്റേ നമുക്ക് ആർക്കും കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യായിരുന്നു. പക്ഷേ അതിൻ്റെ പെയിൻ എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായിരുന്നു അവസ്ഥ. തല പൊക്കാൻ പറ്റാതെ വരും. അപ്പം മറ്റുള്ളവർ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. കാരണം പെടലിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ചെറിയ ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ ഒരു അവസ്ഥയിലേക്കായിരുന്നു പോയിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അതായത് കോവിഡ് ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിന് അകന്നിരുന്ന ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. അധികം ജസ്റ്റ് വൈകുന്നേരത്തെ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം കോവിഡൊക്കെ കഴിഞ്ഞ് ഞാൻ സ്വയം ഒരു പ്രാർത്ഥനയിലേക്ക് വന്ന സമയത്ത് ഞാൻ അമ്മയുടെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ഉടമ്പടി തൈലം യൂസ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഇവിടെ പെടയുടെ ഭാഗത്ത് അത് തൊട്ട് കുരിശ വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പോൾ 1.5 വർഷത്തോളമായി അമ്മയുടെ ഉടമ്പടിയിലായ സമയത്തും ഞാൻ എടുത്ത സമയത്തും കണ്ടിന്യൂസ് അത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഇന്ന് വരെ ഒരു തവണ പോലും അങ്ങനെ ഒരു പെയിൻ ഉണ്ടായിട്ടില്ല. എനിക്ക് തണുപ്പ് പറ്റത്തില്ല, അതുപോലെ തന്നെ ഒരു 6 മണി കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റത്തില്ല. അതുപോലെ ആയിരിക്കും എൻ്റെ പെയിൻ. ഉറപ്പായിട്ടും അത് സംഭവിച്ചിരിക്കും. വെയിറ്റ് പറ്റത്തില്ല, ബസ്സിലൊന്നും ഇങ്ങനെ തൂങ്ങി പിടിച്ച് അങ്ങനെ നിൽക്കാനേ പറ്റത്തില്ല. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുമായിരുന്നു. അതെനിക്ക് പൂർണ്ണമായിട്ട് മാതാവ് എടുത്തു മാറ്റി. ഇതൊന്നും ഞാൻ ഉടമ്പടി വെച്ച കാര്യങ്ങളെയല്ല. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു 12 വർഷത്തിന് മേലെയായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു ശത്രുതയാണ്. അതിന് എൻ്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന എൻ്റെ ഇടവകയിലുള്ള 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന ആൾക്കാരായിരുന്നു. അപ്പം അതിനകത്തൊരു പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എപ്പോഴും പുള്ളിക്കാരത്തിക്ക് വൈരാഗ്യമായിരുന്നു. മെയിനായിട്ട് പുള്ളിക്കാരത്തി എനിക്ക് കളറില്ല, എന്നെ സ്കിൻ കളറിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. കറുത്തവളയെന്ന് വിളിച്ച് ഏത് സമയവും. അതുപോലെ തന്നെ പബ്ലിക്കായിട്ടൊരു തവണ ബോർഡിൽ ഇങ്ങനെ ഏത് കഴിവുകെട്ടവൾ വേൽക്കുന്ന ജോലി നന്നായി ചെയ്യണമെന്ന് എഴുതിയിട്ട് കുറേ കൂട്ടുകാർ ചേർന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സിനിമയിലൊക്കെ കാണുന്ന പോലെ എൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു ഭയങ്കരമായിട്ട്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു.
എനിക്ക് എൻ്റെ മുഖം അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഞാൻ വെറുത്ത സമയമായിരുന്നത്. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത വചനം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നു, ദൈവം തൻ്റെ ഛായയിലും സദൃശിലും മനുഷ്യനെ സൃഷ്ടിച്ചെന്നുള്ളതാണ്. ഞാൻ എപ്പോഴും രൂപക്കൂടിൻ്റെ മുമ്പിൽ പോയി ഞാൻ മാതാവിനോടും വെലിസിനോടും ആയിരുന്നു എൻ്റെ വിഷമം പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറയായിരുന്നു, ഈശോ മാതാവിനോട് ചോദിക്കായിരുന്നു, ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീയല്ലേ ഈശോ അമ്മയാക്കിയത്, എന്തുകൊണ്ടാണ് കാണാൻ കൊള്ളാത്ത ഒരാളെ സെലക്ട് ചെയ്ത്? അപ്പം ദൈവത്തിന് പോലും നീതിയില്ല, അങ്ങനെയൊക്കെ ഞാൻ പറയുന്നു. കാരണം അതുപോലെ ഞാൻ അതിൻ്റെ പേര് വേദനിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും ഞാൻ കേട്ടു എപ്പോഴും എന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറയും. പക്ഷെ ഞാൻ എന്നിൽ സംതൃപ്തിയായിരുന്നു. പക്ഷെ മറ്റുള്ളവർ എപ്പോഴും അങ്ങനെ പറയും. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ ഒരു പെയിൻ അല്ലെങ്കിൽ സ്കിൻ കളറിൻ്റെ പേരിലുണ്ടാവുക ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാൾക്ക് അത് മനസ്സിലാവില്ല. അത് ആ രീതിയിൽ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം നിസ്സാര കാര്യങ്ങൾ ആ കുട്ടി ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന പോലെ, അതുപോലെ ആ കുട്ടിയുടെ അമ്മ വഴിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുക. അതുപോലെ അവളുടെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ നല്ല ഏജുള്ള ഒരു ആളാണ്. പുള്ളി ഒരുപാട് എന്നെ പറയുന്നത് എന്നെക്കുറിച്ച് എന്നോട് വെറുപ്പ് കാണിക്കുക, എന്നെ വന്ന് കൊല്ലും എന്നൊക്കെയാണ് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള കാര്യം എന്തിനാണെന്ന് എനിക്കിന്നും അറിയില്ല. ഒരിക്കലും ഞങ്ങൾക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഇല്ല. കാരണം ഞാൻ ക്ലാസ്സിലെ ഏറ്റവും പുറകെ കിടക്കുന്ന കൊച്ച് 50 പേരുള്ള ക്ലാസ്സിൽ ആ കുട്ടി ഏറ്റവും ടോപ്പ് 5 പെട്ട ഒരാൾ. സൗന്ദര്യം ആ കുട്ടി പറഞ്ഞ പോലെ ആ കുട്ടിക്കാണ് കൂടുതൽ, സ്കിൻ കളറുണ്ട്. പിന്നെ അല്ലാതെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരുമ്പോൾ അതിലൊക്കെ ആ കുട്ടി ടോപ്പാണ്. ഞാനിതിലൊന്നും അല്ല, എനിക്കൊന്നും അറിയില്ല, ഒന്നുമില്ല. അപ്പം ആ കുട്ടി പറഞ്ഞ പോലെ ഞാൻ കഴിവില്ലാത്ത ആളായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരാളോട് ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ വരാത്തിനിടയ്ക്കും എന്നോട് എന്തിനാണ് ശത്രുത എന്ന് എനിക്ക് ഇന്നും അറിയില്ല, അന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അത്രയും വർഷമായിട്ട് ആ പക എൻ്റെ മനസ്സിലായത്. എനിക്ക് ഭയങ്കര വിദ്വേഷം, അതൊരിക്കലും ക്ഷമിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് ഉടമ്പടി എടുക്കുന്ന സമയത്തൊന്നും ഞാനതിനൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ടോ, കാരണം അത് മനസ്സിൽ നിന്ന് പോവില്ല. ഒരുപാട് ധ്യാനം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതെന്ത് ചെയ്താൽ പോവില്ലത്. കാരണം എൻ്റെ രൂപം മാറാതെ എനിക്ക് ഒരിക്കലും ആ കൊച്ചിനോട് ക്ഷമിക്കാൻ പറ്റില്ല. അത്രയും വൈരാഗ്യമായിരുന്നു എൻ്റെ മനസ്സിൽ. ആ കൊച്ചു ചത്തു പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് സത്യം. ഇവിടുന്ന് ഉടമ്പടി എൻ്റേതായിട്ട് മാറി ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് തന്നെ തൈലം ഒരു കുഴമ്പ് പോലെ എൻ്റെ കയ്യിൽ ഫുള്ളായിട്ട് എടുത്ത് എൻ്റെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടിയുടെ ഫസ്റ്റ് നൈറ്റിൽ ഞാൻ കിടന്നുറങ്ങുന്നത്. കാരണം എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ച, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം കിട്ടേണ്ട അനുഗ്രഹം അതായിരുന്നു. ഞാൻ മാതാവിനോട് ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു ക്യാൻസർ അല്ലെങ്കിൽ ഒരു ക്യാൻസർ വന്ന ഒരാൾക്ക് പോലും 2 ഉണ്ട് ഓപ്ഷൻ. ഒന്നേ റിക്കവറി അല്ലെങ്കിൽ നമ്മൾ മരിക്കും. ആ ഒരു ഇതിലുണ്ട്. 2 ഏതിലും സംഭവിക്കും. ഇതെന്ന് പറഞ്ഞാൽ മനസ്സിനേക്കുന്ന മുറിവ്. ഇതെന്ത് സംഭവിച്ചാലും പോവില്ല. നമ്മൾ ജീവിതം മുഴുവൻ വേദനിച്ചുകൊണ്ടിരിക്കും. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ അങ്ങനെ ഉടമ്പടി തൈലം ചെയ്തു ഫസ്റ്റ് ദിവസം. സെക്കൻഡ് ദിവസം ആയപ്പോൾ എനിക്ക് സ്വയം എൻ്റെ മനസ്സിൽ എൻ്റെ അനിയത്തി ഇങ്ങനെ എന്നോട് പറഞ്ഞായിരുന്നു, മുഖത്തിന് വൈകൃതം ഒന്നും ദൈവം തന്നില്ലല്ലോ, ഇങ്ങനെ നമ്മളെ ജനിപ്പിച്ചില്ലേന്ന് എന്നോട് ചോദിച്ചിരുന്നു. അവൾ നന്നായിട്ട് സ്കിൻ കളറുള്ള ആളാണ്. പക്ഷെ ഒരിക്കൽ പോലും അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും ഞാൻ ഒരിക്കലും എനിക്ക് കളർ ഡ്രസ്സ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഓറഞ്ചും പീച്ചും കളറല്ലാതെ ഒരു ഡ്രസ്സ് പോലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ജീവിതത്തിൽ ഇട്ടിട്ടില്ല. കാരണം അതുപോലെ സ്കിൻ കളറിൻ്റെ പേര് ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ബുക്ക് എഴുതാൻ മാത്രം കാണും. അതുപോലെ അത് ഞാനിവിടെ ചുരുക്കുക. പക്ഷേ ആ കുട്ടിയോടുള്ള അത്രയും വലിയ വൈരാഗ്യം ഞാൻ ആ കുട്ടിയോട് അതിൽ പിന്നെ വേണ്ടിയിട്ടില്ല. ഞാനൊരു ഗോൾഡ് ഇടാൻ പാടില്ല, അതൊക്കെ മണിക്കൂർ നിന്ന് ചെക്ക് ചെയ്ത് ഗോൾഡാണോ, അങ്ങനെ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് പറയാൻ. പക്ഷെ ആ കുട്ടിയോട് അത്രയും വർഷം ഞാൻ ആ കുടുംബത്തോടും ആ കുട്ടിയോടും സൂക്ഷിച്ചത്. അവളുടെ പപ്പ ഒഴികെ ചേട്ടൻ അമ്മയോടെല്ലാം എനിക്ക് ദേഷ്യമായിരുന്നു. ആ വൈരാഗ്യം ഞാനിവിടെ ഉടമ്പടി എടുത്തു പോയി. ഫസ്റ്റ് കുംസാരിച്ചു, എനിക്കത് ഓക്കെ ആകാൻ പറ്റിയില്ല. സെക്കൻഡ് കുംസാരത്തിൽ പറഞ്ഞു ഓക്കെ ആകാൻ പറ്റിയില്ല. തേർഡ് കുംസാരത്തിൽ ആ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ അച്ഛൻ, നമ്മൾ ചേട്ടനച്ഛൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഭയങ്കര എനിക്ക് ഈശോടെ എടുത്ത് പറയുന്ന പോലെ തോന്നിയത്. ആ അച്ഛൻ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഭയങ്കര ഫ്രണ്ടിനോട് പെരുമാറുന്ന പോലെ. ആ കുംസാരം ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഫ്രാങ്കോ മുളക്കലിൻ്റെ ഇഷ്യൂ കഴിഞ്ഞ പിന്നെ എനിക്ക് കുംസാരത്തോട് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ മൊത്തത്തിൽ അങ്ങ് മാറിയായിരുന്നു. പക്ഷേ ആ അച്ഛൻ്റെ ഒറ്റ കുംസാരം ഞാൻ ശരിക്കും ആ ഹോളിലൂടെ നോക്കി അച്ഛൻ്റെ കാലിൻ്റെ മടി കൈ വെച്ചിരിക്കുന്നത് കണ്ടേ. എനിക്ക് ശരിക്കും ഈശോ ഇരിക്കുന്നതായിട്ട് ആ സമയത്ത് തോന്നി. ഞാൻ താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞിട്ട് ആ കുംസാരത്തിന് ലാസ്റ്റ്, ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റും ലാസ്റ്റും ഈ സമയത്തുള്ള ഒരു അച്ഛനോട് അങ്ങനെ പറഞ്ഞത്. താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞിട്ടാണ് കുംസാരം നിർത്തി പോകുന്നത്. ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു എനിക്കത് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. അതോടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ശത്രുത. അതുപോലെ തന്നെ ഞാൻ IELTS ക്ലാസ്സിൽ കേരളത്തിൽ അതിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏജൻസിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചത് IELTS. പക്ഷേ അവിടെ ഇതുപോലൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്കിൻ കളർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹം സ്കിൻ കളറുള്ള ടിക്ടോക്കിലൊക്കെ ടോപ്പായിട്ടുള്ള വൈറലായിട്ടുള്ള ആ വക പെൺകുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എൻ്റെ തോന്നലാന്ന് അമ്മയൊക്കെ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു. പക്ഷേ അല്ല, പോലെ ക്ലാസ്സിലെ ബോയ്സും എല്ലാം പറയാൻ തുടങ്ങി. അവർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് അതുപോലെ തന്നെ ഇങ്ങനെ എനിക്ക് ഇൻസൾട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എല്ലാവരോടും വെറുപ്പും വിദ്വേഷമാണ്. ഞാൻ ഒരാളെ ആദ്യമായിട്ട് കണ്ട അയാളുടെ സ്കിൻ കളറായിരുന്നു നോക്കിയിരുന്നത്. അവർ വെളുത്ത മനുഷ്യനാണെങ്കിൽ ഞാൻ മാറിപ്പോവും. അതാണായാലും ആദ്യം എനിക്ക് സ്ത്രീകളോട് മാത്രമായിരുന്നു പ്രശ്നം, കാരണം അവരായിരുന്നു എന്നെ ഏറ്റവും ഇൻസൾട്ട് ചെയ്ത്. പിന്നീട് ഈ സാറിൽ നിന്ന് ഈ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആണിനെ പെണ്ണിനെ എല്ലാവരെയും പേടിയാകാൻ തുടങ്ങി. ഞാൻ
എനിക്ക് മാക്സിമം ഞാൻ സംസാരിക്കാതെ അവിടുന്ന് ഞാൻ എങ്ങനെയായാലും പോകും. എനിക്ക് പേടിയാണോ വിഷമോ എനിക്കറിയില്ല, എനിക്ക് പേടി അവരെ ഫേസ് ചെയ്യാൻ. കാരണം ആ സാറെന്ന് പറഞ്ഞാൽ ഒന്നാമതൊരു ചെറുപ്പക്കാരൻ മനുഷ്യൻ. ഞാൻ വിചാരിച്ചു ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെ മനുഷ്യരുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കത് വല്ലാത്ത ഷോക്കായി പോയി. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ മാട്രിമോണിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ചൂസ് ചെയ്യുന്ന പോലെയല്ല, സ്റ്റുഡൻറ്റിനെ ചൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ജസ്റ്റ് സ്റ്റുഡൻസിന് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഇദ്ദേഹം അതിന് മാത്രം ശരീര സൗന്ദര്യത്തിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു. അത് ക്ലാസ്സിലെ ബോയ്സ് എല്ലാം കംപ്ലൈൻറ്റ് ചെയ്ത് തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ തോന്നൽ സത്യമാണ്. എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ആ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്ന നല്ലൊരു വെളുത്തിട്ടൊരു പയ്യനുണ്ടായിരുന്നു. ആ കൊച്ചു എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരുമ്പോൾ ഞാൻ മാറി പോകും. എന്താ നീയും എനിക്ക് ഫ്രണ്ടാന്നൊക്കെ കൊച്ചു പറയും. പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടമല്ല, എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഞാൻ ആൾക്കാരിൽ നിന്ന് അത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് വന്നു. അമ്പലത്തേനും അങ്ങനെ എല്ലാ ദിവസവും തന്നെ ഈ സാർ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് റൈറ്റിംഗ് കറക്ഷൻ തരില്ല, സ്പീക്കിംഗ് തരില്ല, എൻ്റെ ബുക്ക് കറക്റ്റ് ചെയ്തോട്ട് പോയിട്ട് തിരിച്ചു വരിക, അങ്ങനെ ഭയങ്കര ക്രൂവലായിട്ടാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേനും അതും ഈ പെൺകുട്ടിയോടുള്ള വിദ്വേഷമായിരുന്നു എൻ്റെ മനസ്സിന് പോകേണ്ടത്. ഇത് രണ്ടുമാണ് ഞാൻ സംസാരിച്ചത്. 2 പേരോടും. ഇപ്പം അവർക്ക് 2 പേർക്കും വേണ്ടി ഞാൻ ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഒരു അഭിഷേകം എനിക്ക് കിട്ടി. എനിക്കിപ്പോൾ അവരോട് ദേഷ്യം പോയിട്ട് ആരോടും എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ കാര്യം സെൽഫ് കോൺഫിഡൻസാണ്. എനിക്ക് എന്തും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ എന്നിൽ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ്. ഞാൻ ഏറ്റവും സുന്ദരിയായിട്ടാണ് ഇപ്പോൾ തോന്നാറ്. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം സ്കിൻ കളറാകട്ടെ ഫിസിക്കൽ അപ്പിയറൻസ് ആകട്ടെ അതൊരു വിഷയമായിട്ടേ തോന്നാറില്ല. പിന്നെ എൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതും ഉടമ്പടിയിലില്ലാത്ത കാര്യമാണ്. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളെ മീറ്റ് ചെയ്തു, ഞങ്ങൾ പരിചയപ്പെട്ടത്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആ കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഈ കാര്യമൊക്കെ പറയുമ്പോൾ വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ പോകെ എനിക്ക് മനസ്സിലായി അവനത് ദൈവം എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര കലിയാണ്. ചെകുത്താനെ പോലെ അവൻ ദൈവത്തെ കാണുന്നത്. ഭയങ്കര വിദ്വേഷം, എപ്പോഴും ദൈവത്തെ തെറി, ഭയങ്കര മോശം കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഒരു മതവും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നുള്ള ദൈവം, ക്രിസ്ത്യനില്ല, ഹിന്ദുവില്ല, മുസ്ലിമില്ല, ആരുമില്ല, മതമില്ല. അതുപോലെ തന്നെ അച്ഛന്മാരെയൊക്കെ ആയാലും സിസ്റ്റേഴ്സിനായാലും മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയും. ഇപ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയും ചുമ്മാ ഇരുന്ന് ഫുഡ് കഴിക്കുന്നവർ അച്ഛന്മാർ, അവരങ്ങനെ പലതും പറഞ്ഞ് പല സ്ഥാപനവും തുറക്കും, അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. അങ്ങനെ ഭയങ്കര മോശമായിട്ടായിരുന്നു ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. അപ്പം സയൻസിലാണ് ഉള്ള സത്യം എന്നാണ് പറയുന്നത്. അപ്പം ഇത് ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത്. അവൻ്റെ അമ്മ ഭയങ്കര ദൈവവിശ്വാസമായിരുന്നു. എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്ന് ഫുൾ ടൈം മരുന്നിന് പകരം അവൻ്റെ അമ്മയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു അസുഖം വന്നു. പക്ഷെ അവർ മരുന്നിനേക്കാൾ കൂടുതൽ ബൈബിളിനെ സ്നേഹിച്ച് എപ്പോഴും വചനം വായിക്കും, കംപ്ലീറ്റ് ഉപവാസം, അത് എന്നും തന്നെ അത് മുടങ്ങാതെ ഉപവാസം ചെയ്യുക. അതുപോലെ തന്നെ കർത്താവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. ആ വചനം അവസാനം അവൻ്റെ അമ്മ ഒരു 40 വയസ്സോ എന്തോ ഉള്ളപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് അത്രയും ചെറിയ ഏജിൽ അവർ മരിച്ചുപോയ ആ സ്ത്രീ അസുഖം വന്ന. പക്ഷെ അവരപ്പോൾ പോലും ഈ മക്കൾ അനാഥരാകുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നല്ലോ അവർ ചിന്തിച്ചു. ആ സമയത്ത് പോലും അവർ വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ മാതാവിൻ്റെ ഭയങ്കര ഭക്തിയായിരുന്നു അവൻ്റെ അമ്മ. ജപമാല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച ഒരു മനുഷ്യത്തി. അവരുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല കാരണം മറ്റൊരാളുടെ പേഴ്സണൽ കാര്യമുള്ളൂ. അതുപോലെ വന്ന ഒരു വ്യക്തി ഒരിക്കൽ പോലും ദൈവത്തെ ഇതായിട്ട് പറഞ്ഞിട്ടില്ല. എപ്പോഴും ഇവനും ചെറുപ്പത്തിൽ അതുപോലെയായിരുന്നു, ഫുൾ ടൈം പ്രാർത്ഥന, അച്ഛനോ പാസ്റ്ററോ ആകാമെന്ന് എല്ലാവരും പറയുമായിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയെ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് ദൈവത്തോട് ഭയങ്കര വിദ്വേഷവും വൈരാഗ്യവുമായി. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും തന്നില്ല, അയാൾ എൻ്റെ അമ്മയെ കൊണ്ടുപോയി അവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയും, എന്നാൽ നീയും നിൻ്റെ മാതാവും അവിടുത്തെ അച്ഛനോടും കൂടെ പറയാം എൻ്റെ അമ്മയെ തിരിച്ചറിയാം, എങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയും. അങ്ങനെ എപ്പോഴും മോശമായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഒരിക്കലും വിശ്വസിക്കില്ല, ദൈവമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരിട്ട് കർത്താവിന് ആധാർ കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളായിരുന്നു പുള്ളി. എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ എങ്കിൽ ഞാൻ വിശ്വസിച്ചേക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ ഒരാളില്ല. എൻ്റെ അമ്മയാണ് എൻ്റെ ദൈവം. സ്വന്തം അമ്മയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ദൈവത്തോട് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാം പ്രാർത്ഥിച്ചു പോകുന്നു. അല്ലാതെ ഒരിക്കലും ഒരു ദൈവമോ ഒരു മതമോ ഒരു മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കലിയാണ്. അവർ പൈസയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യുന്നു, അങ്ങനെ ഇതാണ്. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പതിയെ വല്ല കാലത്തും ഞങ്ങൾ കാണാറുള്ളൂ. ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം തെച്ച് കുരിശ് വരച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ ഉപ്പ്, പിന്നെ പത്രം, കാശ് രൂപം അങ്ങനെയെല്ലാം കൊടുക്കാൻ തുടങ്ങി. അപ്പം ഇതെല്ലാം മേടിക്കും, പക്ഷേ ഇതിലൊന്നും വിശ്വാസമില്ല. എന്നോട് പറഞ്ഞു ഞാനത് ഇവിടെ വീട്ടിൽ ചുമ്മാ ഇട്ടേക്കുക എന്നൊക്കെ പറയുള്ളൂ. പക്ഷേ ഇതിനിടയ്ക്ക് അവന് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു എക്സാം വന്നു. ആ സമയത്ത് എനിക്ക് IELTS എക്സാമിന് വേണ്ടി അച്ഛൻ വെഞ്ചരിച്ച് തന്ന കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു. ഞാൻ ആ കാശ് രൂപം കൊടുത്തിട്ട് പറഞ്ഞു വിശ്വാസമില്ലാലും കുഴപ്പമില്ല, ഇതുകൊണ്ടൊന്ന് എക്സാമിന് പോകാമെന്ന് ചോദിച്ചു. അപ്പം പഠിക്കാനൊന്നും പറ്റില്ല, കാരണം ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്, ഒട്ടും പഠിക്കില്ല. എന്നോട് പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ തോറ്റിരിക്കും, മെയിനായിട്ട് 2 സബ്ജക്റ്റും ഒരു കാരണവശാലും ഞാൻ പാസ്സായില്ല, കാരണം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു.
എന്നിട്ട് അതിലൊരു സബ്ജക്റ്റിൻ്റെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറഞ്ഞു, പക്ഷേ ഈ ക്യാഷ് രൂപം കൊണ്ടാണ് പോയത്, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അത് കൊണ്ടുപോയി. എന്നിട്ട് ഈ എക്സാം കഴിഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ഹാളിൽ ഇരുന്നതിൽ ആരും, ഞാനല്ലാതെ ഒരാൾ പോലും, എല്ലാവരും അരമണിക്കൂറിനുള്ളിൽ എഴുന്നേറ്റ് പോയി, ഞാൻ മാത്രമേ ലാസ്റ്റ് വരെ ഇരുന്നു. ഞാൻ എന്തൊക്കെ എഴുതി, പക്ഷേ എനിക്കൊന്നും അറിയില്ല ഞാൻ എന്താ എഴുതിയെന്ന്. അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞു. അത് എന്നാന്ന് എനിക്കറിയത്തില്ല, ഞാൻ അക്ഷരം എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞു. എന്തൊക്കെ എഴുതി വെച്ചു, എനിക്കൊന്നും ആ അക്ഷരം എന്നാ എഴുതിയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഒരുവരെ നല്ല മാർക്കോടുകൂടി പാസ്സായി. പക്ഷെ എന്നിട്ടും പുള്ളി അത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു ഇതില്ല, അത് തോന്നല, അതെന്തോ അങ്ങനെ സംഭവിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. ലാസ്റ്റ് ഇപ്പം ഒരു 6 മാസമായിട്ട് അതുപോലെ ദൈവത്തെ വിദ്വേഷിയായിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി അത്ര മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യം. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം അതുപോലെ വിദ്വേഷം. എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ ദൈവത്തിലല്ല, നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഞാൻ വേണേൽ കാലേ വീഴാൻ എന്നോട് പറഞ്ഞത്. ഒരിക്കലും ദൈവവും ഇല്ല മാതാവില്ല. ഭയങ്കര മോശം വാക്കുകളാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും. സാക്ഷ്യം ഒന്ന് അയച്ചു കൊടുത്താൽ അതിന് 9 ആയിരിക്കും ചീത്ത ഇങ്ങ് വരാം. അതുപോലെ എപ്പോഴും മോശമായിട്ടാണ് സംസാരിച്ചിരുന്നത്. അപ്പം അന്നേരം ലാസ്റ്റ് അതും അവരെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചോ എല്ലാം. അവൻ്റെ അമ്മ അങ്ങനെ ഒരു ഫോളോ ചെയ്ത് പോയൊരു വ്യക്തിന് ഇങ്ങനെ ഇപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം 6 മാസമായിട്ട് എൻ്റെ പ്രാർത്ഥനയിലേക്ക് വന്നു. അതുപോലെ അവരുടെ പള്ളിയിൽ പോകാൻ തുടങ്ങി. കുംസാരിച്ചിട്ട് എന്നെ പറഞ്ഞു, ഇത്രയും പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു കാര്യമില്ലെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് ഡെയിലി പള്ളിയിൽ പോകാൻ തുടങ്ങി, ജോലിക്ക് പോകണമായിട്ട് പോലും അത്ര വ്യത്യാസത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് എനിക്ക് സാധിച്ചിട്ടുവാണ് ഇവിടെ വരാമെന്ന് പറയാൻ പറഞ്ഞു. അതെനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പിന്നെ എൻ്റെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇതെൻ്റെ ഉടമ്പടി വെച്ചിരുന്ന കാര്യമായിരുന്നു. എൻ്റെ IELTS എക്സാമിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന ഫസ്റ്റ് അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് അതിൽ എനിക്ക് വേണ്ടി പ്രത്യേകം ഒന്നും എഴുതാനില്ലായിരുന്നു. കാരണം എൻ്റെ പ്ലാൻ എനിക്ക് ഇവിടെ എറണാകുളത്തോ എന്തെങ്കിലും അങ്ങനെ ഒരു ജോലി മതി, അങ്ങനെയായിരുന്നു. പക്ഷേ എന്തോ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എഴുതി എനിക്ക് IELTS എഴുതി പുറത്ത് പോകണം. അത് എന്തുകൊണ്ട് എഴുതിയെന്നറിയില്ല. പക്ഷേ ആ സമയത്ത് അമ്മ എൻ്റെ കയ്യെ തട്ടിയായിരുന്നു. എന്തിനാന്നുള്ള മട്ടിൽ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ഒരിക്കലും അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ ജോലിക്ക് കയറുകയും ചെയ്തു. കാരണം കോവിഡിൻ്റെ 2 വർഷമുണ്ട്, അപ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്ന പോലെ തോന്നി IELTS എഴുതാൻ വേണ്ടി. പെട്ടെന്ന് ഞാൻ ഇവിടെ വന്നു, പ്രാർത്ഥന ശക്തമാക്കി ഞാൻ പോയി IELTSന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഞാൻ പറഞ്ഞല്ലോ സാറിൻ്റെ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം IELTS പഠിച്ചിരുന്നവർ ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയുള്ള ആളുകൾ മാത്രമായിരുന്നു എൻ്റെ കൂടെ ഇരുന്നത്. കാരണം ഈവനിങ് ബാച്ചിൽ പിള്ളേരായിട്ടുള്ള ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പം ഞാനായിരുന്നു അവിടെ ഏറ്റവും അറിയത്തില്ലാത്ത ആൾ. എനിക്ക് ശരിക്കും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, എനിക്കതിന് ഒട്ടും പറ്റത്തില്ല IELTS. അതുപോലെ തന്നെ എനിക്ക് സ്പീക്കിംഗ് എൻ്റെ അനിയത്തിയായിരുന്നു കറക്ഷൻ ചെയ്തോളൂ. ഞാൻ അവൾക്ക് വോയിസ് അയച്ചു കൊടുക്കും, അവളത് കറക്ഷൻ ചെയ്ത് തരുമായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ ഡേറ്റ് എടുത്ത് പറഞ്ഞ സമയത്ത് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ അവൾ ഒരു കാരണവശാലും ജയിക്കില്ല, 99% അവൾ തോറ്റിരിക്കും. അത് അമ്മ അവളോട് പറയേണ്ട, അവളുടെ സെൽഫ് കോൺഫിഡൻസ് പോകും. പക്ഷേ അവൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മിറാക്കിളാന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ പഠിക്കുന്ന എല്ലാ മെറ്റീരിയലിലും എപ്പോഴും ഉടമ്പടി കാശുരൂപം വെച്ച് ഓരോ തവണ തൈലം തൊട്ടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അനിയനൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു, ഉപ്പ് എറിഞ്ഞ് കാര്യം സാധിക്കുന്ന ആളെന്നാണ്. കാരണം ഞാൻ എവിടെ പോയാലും ഉപ്പെറി. ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിക്കാത്ത ഞാൻ ഇത്രയും കാലത്തിനിടെ പോയ ഒരു സ്ഥലം പോലും കാണില്ല. ഓരോ കാര്യത്തിനും വേണ്ടി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഉപ്പ് വിതറി അവിടെ പ്രാർത്ഥിച്ചു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് UK സ്കോർ കിട്ടി. പക്ഷെ അത് വീട്ടിൽ എല്ലാവർക്കും അത്ഭുതമായിട്ട് തോന്നി. കാരണം എനിക്ക് ഒരിക്കലും കിട്ടില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. പക്ഷേ സെക്കൻഡ് അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ കാനഡ ആഗ്രഹിച്ച് എനിക്കത് തന്നെ വേണം. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതി. സെക്കൻഡ് അറ്റംപ്റ്റ് വീണ്ടും റെഡിയായി. പക്ഷേ ആ ഫസ്റ്റ് അറ്റംപ്റ്റിന് എനിക്ക് പാസ്സാകാത്തതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു, ഒന്നുപോലും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അറിയില്ലായിരുന്നു എന്നല്ല, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ പൈസ, അതുകൊണ്ട് ഞാനൊരു ഓർഫണേജ് ഒക്കെ വിസിറ്റ് ചെയ്ത് അവർക്ക് എന്താ കൊടുക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ട്. പക്ഷേ അന്ന് ഞാൻ ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒരിക്കലും ആ സമയത്ത് വിളിക്കാത്തൊരു ഫ്രണ്ട് എന്തോ സംസാരിക്കാനാണെങ്കിൽ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അവർ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതിനെക്കുറിച്ച്, അത് ഉടമ്പടി എടുത്ത ആളെന്നല്ല, പക്ഷേ ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അപ്പം ഒരു വരുമാനമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഉള്ളതിനകത്തുനിന്ന് ഒരു 1000 രൂപയാണ്, അത് ഞങ്ങൾ കൊടുക്കും, ആ രീതി പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലും വന്നു, എനിക്ക് അത്രയും ഒരു ചെറിയ തുച്ഛമായ ഒരു ശമ്പളമുണ്ട്, അതിൽ നിന്ന് എനിക്ക് കൊടുക്കാമല്ലോ എന്ന്. പിന്നെ ആ 2ാമത്തെ തവണയായപ്പോൾ ഞാൻ കാരുണ്യപ്രവൃത്തി ശക്തമാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് വന്നപ്പം ഞാൻ ഇപ്പോഴും എനിക്ക് റീഡിങ് ക്ലാസ്സിൽ എനിക്ക് ഒരിക്കലും ഒരു സബ്ജക്റ്റ്, എല്ലാവർക്കും ഏതെങ്കിലും ഒരെണ്ണം കാണും, ഒരു മൊഡ്യൂൾ കാണും ഈസി, എനിക്ക് ഒന്നുമില്ല, 4 എനിക്ക് അറിയത്തില്ല. അതാണ് എൻ്റെ അവസ്ഥ, സ്പീക്കിംഗ് ഒട്ടും അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഓരോ എക്സാമിൻ്റെ സമയത്തും എല്ലായിടത്തും കുരിശ് വരച്ച്. അതുപോലെ ഞാൻ ഇത് ആരും ഇങ്ങനെ ചെയ്തിട്ട് പോലും കാണില്ല, ചിലപ്പോൾ ചെയ്താൽ അത് വിഷയം വരെ ആവുമായിരിക്കും, എനിക്കറിയില്ല.
എൻ്റെ റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും ആൻസർ ഷീറ്റിൽ IELTSൻ്റെ ആൻസർ ഷീറ്റിൻ്റെ മുകളിൽ പെൻസിൽ കൊണ്ട് ഞാൻ കൃപാസന അമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് അത് മായ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അത് മായ്ച്ചിട്ടില്ല. ഞാൻ അങ്ങനെയാണ് ആ പേപ്പർ സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ അത് ചെയ്തു പോയി. പക്ഷേ അങ്ങനെ ഞാൻ എൻ്റെ റീഡിങ്ങിന് എക്സാമിന് ഞങ്ങളുടെ ആ ഒരു സെക്ഷനിൽ നോക്കാൻ തിന്ന ആ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ കഴിയും, കാരണം ലാസ്റ്റ് 20 മിനിറ്റ് നിൽക്കുമ്പോൾ ഫസ്റ്റ് 20 മിനിറ്റിൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഞാൻ അതിലൊന്നും പാസ്, കാരണം എനിക്കറിയില്ല ചെയ്യാൻ. സ്പീഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് വായിച്ച് എന്തൊക്കെയോ എഴുതി വിട്ടു. ലിസണിങ്ങും കേട്ടോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ എത്തുകയും നിന്നു. എനിക്ക് മീൻസ് എൻ്റെ ഇത് പോയി, അത് കറക്റ്റ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബാക്കി അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. ആ അവസ്ഥ വന്നു. അതും എനിക്കറിയില്ല. അങ്ങനെ ഓരോന്നും ആ IELTSൻ്റെ റിസൾട്ട് ഞാൻ ഇവിടെ വന്നതെന്നാണ് നോക്കിയത്. ഞാൻ ഒരിക്കലും ഒരു പബ്ലിക്കായിരുന്ന സ്ഥലത്തിരുന്ന് കരയില്ല. അതുപോലെ തന്നെ എനിക്ക് കൃപാസനം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നാറ്. എവിടെയൊക്കെ പോയിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാ ഞാൻ ആദ്യമായിട്ട് അന്നേരം ഇവിടെ ഇരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം എനിക്ക് സെയിം റിസൾട്ടായിരുന്നു രണ്ടാമത്തെ തവണയും വന്നു. എന്നിട്ട് ഞാൻ ആ വാഷ്റൂമിൻ്റെ അവിടെ പോയി. ഞാൻ ഒരിക്കലും പബ്ലിക് ടോയ്ലറ്റിൻ്റെ അങ്ങോട്ടൊന്നും പോയില്ല, പക്ഷേ അവിടെ പോയി വാവിട്ട് കരഞ്ഞു. എനിക്ക് ശരിക്കും എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഫീലായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പെട്ടെന്ന് ഈ സൈഡിലായിട്ട് ഇങ്ങനെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്നുള്ളത് എനിക്ക് എൻ്റെ കണ്ണിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്ന പോലെ തോന്നി. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നു റിവാലുവേഷൻ കൊടുക്കാം. കാരണം എന്നെപ്പോലെ ഒരു കഴിവില്ലാത്ത ഒരാൾ ഏജൻസി ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല വീണ്ടും റിവാലുവേഷൻ കൊടുക്കാം. കാരണം എനിക്ക് കിട്ടാത്ത ഒരാൾ എന്തിനു കൊടുക്കുന്നു, വെറുതെ 10-13 രൂപ പോവുള്ളൂ. പക്ഷെ ഞാൻ മാതാവിനെ മാത്രം വിശ്വസിച്ച് റിവാലുവേഷൻ കൊടുത്തു. എനിക്ക് കാനഡ സ്കോർ തന്നു. ഒന്നും അറിയത്തില്ലാത്ത എനിക്ക് കാനഡ സ്കോർ തന്ന് എന്നെ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് ഓഫർ ലെറ്റർ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളായിരുന്നു. ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് പോയിട്ട് ശേഷമാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. അന്ന് എനിക്ക് കിട്ടിയ കോളേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ഇല്ലായിരുന്നു. കാരണം അത് അവിടെ ഒരു ഭയങ്കര റൂറലായിട്ടുള്ള ഏരിയയിലുള്ള കോളേജായിരുന്നു. പക്ഷേ വേറെ നിവർത്തിയില്ല. ഒന്നാമത് എനിക്ക് ഇതിൽ ഏറ്റവും അത്ഭുതമായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ 27 ഉണ്ട് ഏജ്. മാത്രമല്ല ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണ്. എനിക്ക് PG ക്വാളിഫിക്കേഷൻ ഉള്ളതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു ഡിഗ്രിയും കൂടെ ഉണ്ട്. അങ്ങനെയെല്ലാം വന്നു കഴിയും. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയെല്ലാം വന്നു കഴിയുമ്പം ഭയങ്കരമായിട്ട് പോസിബിലിറ്റി കുറയും വിസ കിട്ടാനുള്ളതെന്ന് അവർ പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. ആ വിസ എനിക്ക് 3 തവണ പടപടയെന്ന് എനിക്ക് റിജക്ഷൻ വന്നു. അപ്പം ഏജൻസി എന്നോട് പറഞ്ഞു ഇത് നടക്കില്ല, ഇത് ക്രിസ്ത്യൻ ഇനി വെക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തായാലും നോക്കാന്നുള്ള അവരും മടുത്തു. അപ്പം ഞാനും ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചുള്ള മാതാവേ എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തത്. പക്ഷേ ഞാൻ ഈ കാനഡ പ്ലാൻ വെച്ചപ്പോൾ തന്നെ കാനഡയുടെ ഒരു മാപ്പ്, അതുപോലെ തന്നെ ഞാൻ ഓരോ തവണ കൊടുക്കുന്ന SOP, എൻ്റെ ഓഫർ ലെറ്റർ, ഇതൊക്കെ ഞാനൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ ഓരോ തവണയും തൈലം തൊട്ട് കുരിശ് വരച്ചുകൊണ്ടിരുന്ന ആ പേപ്പറിൽ. അപ്പം ഞാൻ ആ കാനഡയുടെ മാപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കോളേജിന് വേണ്ട കാര്യങ്ങൾ എഴുതുമായിരുന്നു. പക്ഷേ എന്നിട്ട് എനിക്കിത് റിജക്ഷൻ വന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചില്ല. എങ്ങനെയും അവിടെ എത്തുകാതെ ചിന്തിച്ചുള്ളൂ. അപ്പോൾ ഈ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളി UK നീ എൻ്റെ ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എടുത്തോ, അഡ്മിഷൻ എടുത്തോ, പാർട്ട് ടൈം ജോലി പുള്ളി സെറ്റാക്കി തരും, അക്കോമഡേഷൻ പുള്ളിയുടെ കൂടെ വേണേൽ പുള്ളിയുടെ കൂടെ താമസിക്കാം, അല്ലെങ്കിൽ ഇത് വേറെ ഞാൻ റെഡിയാക്കി തരാം, എല്ലാ കാര്യങ്ങളും പൈസ വരെ പുള്ളി മുടക്കാം. എനിക്ക് അവിടെ അന്നേരം എല്ലാ മെറിറ്റും ഉള്ള രീതിയിൽ വന്നു. ജസ്റ്റ് വിസ മാത്രം എടുത്താൽ മതി. മാത്രമല്ല എനിക്ക് ഉറപ്പായിട്ടും UK എഴുതി പോകാൻ പറ്റും. കാരണം എൻ്റെ IELTS എനിക്ക് UK പോകാൻ IELTSൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ IELTS എഴുതാതെ പോകാൻ പറ്റും. ഇഷ്ടംപോലെ കോളേജിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് ഒരുപാട് കോളേജ് ഏജൻസി തന്നെ അയച്ചു തന്നു, ക്രിസ്റ്റി കൺട്രി മാറ്റിക്കോളാൻ പറഞ്ഞു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മാതാവേ ഞാൻ നിന്നോട് ചോദിച്ചത് കാനഡയാണ്, കാനഡ എനിക്ക് കിട്ടി. ഞാൻ ഉടമ്പടിയിൽ വെച്ചത് അതാണ്. മനുഷ്യൻ പറയുന്ന കേട്ട് ഞാനത് മാറ്റില്ല. കാരണം ഉടമ്പടി, ഞാൻ ഒറ്റ വാക്കിൽ ഉടമ്പടിയെ പറയും, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ്. പിന്നെ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഉടമ്പടി വർക്കൗട്ട് ആകണമെങ്കിൽ എനിക്ക് കാനഡ തന്നെ കിട്ടണം, ഞാൻ അതാണ് നിന്നോട് ചോദിച്ചത്, അതെനിക്ക് മതിയെന്ന്. ആ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് എനിക്ക് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഒരു ഓപ്ഷനും കൂടെ തരണം കാനഡയ്ക്കുള്ളത്. അവരവസാനം സെർച്ച് ചെയ്തൊരു കോളേജ് തന്നു. അതും തീരെ ഓപ്ഷൻ കുറവായിരുന്നു എനിക്ക് കാനഡയുടെ കേസിൽ. പക്ഷേ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ഒട്ടും ക്രിസ്റ്റിയോട് പറയില്ല ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി, കാരണം കിട്ടില്ല, വെറുതെ കൺട്രി മാറ്റി നോക്കുക, വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് നോക്കൂ, കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ റിസ്കിൽ, അത് ഞാൻ അവരോട് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ മാതാവിൻ്റെ റിസ്കിലായിരുന്നു അത് ചെയ്തിരുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. എന്നെ അന്നേരം എല്ലാം അവർ പറഞ്ഞുകൊണ്ടിരുന്നു വേണ്ട.
അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. എനിക്ക് ഓഫർ ലെറ്റർ ഭയങ്കരമായിട്ട് ഡിലേ ആയിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി കുറച്ച് ദിവസത്തിന് ശേഷമാണ് അതിൻ്റെ ഓഫർ ലെറ്റർ കിട്ടുന്നത്, അതും അവസാന നിമിഷം. പിന്നെ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവസാന നിമിഷങ്ങളിലായിരുന്നു കിട്ടിയിരുന്നത്. അതുപോലെ എനിക്ക് ട്യൂഷൻ ഫീസ്, എനിക്ക് ലോൺ റെഡി ആവുന്നതിൻ്റെ ട്യൂഷൻ ഫീസിന് വേണ്ടി ഒറ്റ രൂപയ്ക്ക് വേണ്ടി പോലും എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എൻ്റെ അമ്മയുടെ കസിൻ ചേട്ടന്മാർ, സഹോദരങ്ങൾ, അവരുടെ മക്കൾ, അവർ എനിക്ക് ഒരു ചേട്ടൻ തന്നെ ഉണ്ട് എനിക്ക് 10 ലക്ഷം രൂപയോളം തന്നത്. 10 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം ഗോൾഡ്, അങ്ങനെ എല്ലാം ഇഷ്ടം പോലെയായിട്ട് അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. എൻ്റെ എല്ലാ ട്യൂഷൻ ഫീസും എനിക്ക് കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് നടത്താൻ പറ്റി. പക്ഷേ ലാസ്റ്റ് അപ്പോഴത്തേക്കും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് റെഡിയായി. അത് കഴിഞ്ഞ് ട്യൂഷൻ ഫീസ് എല്ലാം കറക്റ്റ് പേയ്മെൻറ്റ് നടത്താൻ പറ്റി. പിന്നെ ബാങ്കിൽ പോകുമ്പോഴും ലോണിൻ്റെ സെപ്പറേറ്റ് റാസ്ബാക്ക് ഉണ്ട്. അവിടെ പോകുമ്പോഴും എല്ലാം ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും, ഞാൻ അവിടെ ചെന്നു ഉടമ്പടി തൈലം അവരുടെ ഫ്രണ്ട് ഡോറിൽ തന്നെ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചകത്ത് കയറി അവിടെ ഉപ്പ് വിതറിയിട്ട് ഞാൻ ഏത് ബാങ്കിൽ ലോണിൻ്റെ സെക്ഷനിൽ എവിടെ പോയാലും, ഞാൻ ട്രിവാൻഡ്രത്ത് കിംസിൽ പോയപ്പം മെഡിക്കലിന് വേണ്ടി, പിന്നെ ഡൽഹിയിൽ VFS പോയപ്പോൾ അവിടെ എല്ലാം എൻ്റെ എന്നോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇത് പുറത്തെടുക്കരുത്, അവർ വല്ല മയക്കുമരുന്ന് വയസ്സും നിനക്കിട്ട് വെടിവെക്കും എന്ന് വരെ പറഞ്ഞു. കാരണം ഡൽഹി VFS അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. കാരണം ഞാൻ എല്ലായിടത്തും എനിക്കത് ചെയ്താലേ സമാധാനമുള്ളൂ. ഞാൻ ചെയ്തതൊക്കെ എനിക്ക് സാധിച്ചെന്ന് തോന്നുന്നു മാതാവ്. അപ്പം ഞാൻ അങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നത്. അതിനുശേഷം എനിക്ക് അതിൻ്റെ ഓഫർ ലെറ്റർ കിട്ടി. അതിന് പിന്നെ ഉണ്ടായിരുന്ന എൻ്റെ 2-3 സർട്ടിഫിക്കറ്റിലായിരുന്നു ഇഷ്യൂ. ഒന്ന് എൻക്വയറി സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിൻ്റെ സമയത്ത് ഒരിക്കലും ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് അതിനകത്ത് ഒരു എൻക്വയറി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റാതെ പോയി. ലാസ്റ്റ് മിനിറ്റിലാണ് ബാങ്കുകാർ ഇത് പറയുന്നത്, നമ്മൾ അറിയുന്നത് നമ്മുടെ സൈഡിൽ മിസ്റ്റേക്ക് പറ്റി. ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ മനസ്സിലൊരു, ഞങ്ങളുടെ ഒരു അഡ്വക്കേറ്റിൻ്റെ പേര് മനസ്സിൽ വന്നു. ഞാൻ ആ മനുഷ്യൻ്റെ ഓഫീസ്, ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു, ഓഫീസിൽ പോയപ്പോൾ അദ്ദേഹം ഒരു ഇസ്ലാമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിലെല്ലാം ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമായിരുന്നു. ഉപ്പെല്ലാം വിതറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ മനുഷ്യൻ്റെ മുഖം അമ്മ എന്നോട് പറഞ്ഞു, ആ സാറിനോട് നീ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ സാറിനോട് ചോദിച്ചു. സാറ് പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അക്ഷയയിൽ ചെന്ന് ഇതിന് അപ്ലൈ ചെയ്തു. അക്ഷയക്കാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും ഇത് നാളെ കിട്ടില്ല. ഏത് മനുഷ്യനും, അതായത് ഞങ്ങളോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഇല്ല, മെമ്പർ സിറിൽ വിചാരിച്ചിട്ട്, ഞങ്ങളുടെ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, മെമ്പർ സിറിൽ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്, അവർക്ക് അവിടെ ഹോൾഡും ഉണ്ട്, എന്നിട്ട് നടക്കാത്ത കാര്യമാണ്, തനിക്കിത് ഒരിക്കലും കിട്ടില്ല എന്ന്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരിടത്തും ആരും റെക്കമെൻഡ് ചെയ്യാനില്ലായിരുന്നു, എല്ലായിടത്തും മാതാവ് മാത്രം. അത് മാതാവ് നേരെ ടോപ്പിൽ ചെന്നായിരുന്നു എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഒരു 100 അനുഭവങ്ങളുണ്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. അമ്മയാണ് ചെന്നത്, എനിക്കൊന്ന് ഓഫീസുള്ളത് കൊണ്ട് അമ്മ ചെന്നു. ആ വ്യക്തി അപ്പം തന്നെ അത് റെഡിയാക്കി തന്നു. പക്ഷേ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ അങ്ങനെ എന്തോ ഇഷ്യൂ വന്നു പോയി സിസ്റ്റത്തിൻ്റെ. പിറ്റേ ദിവസം എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി. ആർക്കും തന്നെ മാത്രമല്ല, സാധാരണ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ കിട്ടിയാൽ തന്നെ ഇരട്ടി ഫീസ് അടയ്ക്കാതെ കിട്ടുവല്ലെന്ന് അവർ പറഞ്ഞാൽ 5 പൈസ പോലും ഞങ്ങളുടെ കയ്യിൽ ഫീസ് കിട്ടില്ല. അഡ്വക്കേറ്റ് പോലും അന്താളിച്ചനോട് ചോദിച്ചാൽ അവർ പൈസ മേടിച്ചില്ലെന്ന്. അതെനിക്ക് സാധിച്ചു കിട്ടി. അതുപോലെ തന്നെ ഒരു ലോണിന് വേണ്ടി ഒരു ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് സ്ഥലം മേടിച്ചോ അവർ തരേണ്ടതായിരുന്നു. അത് ഞങ്ങളുടെ ഫസ്റ്റ് കസിൻസിൻ്റെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ച സ്ഥലമായിരുന്നു. പക്ഷേ ഞങ്ങളോട് ഉള്ള വെറുപ്പ് കാരണം ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി അമ്മ വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത്, നിങ്ങൾ രക്ഷപ്പെടണ്ട എന്നാണ്. ഇതാ വിദേശത്ത് പോകാൻ കാര്യം നമ്മൾ ഓപ്പണായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോയി. അന്നേരം പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെടണ്ട എന്ന്. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. തൈലം ഉപ്പും വിതറി, ഞാൻ എന്താവശ്യം വന്നാലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുക്കും, അതിൽ ഉപ്പ് വിതറും, തൈലം തൊട്ട് കുരിശ് വരയ്ക്കും. എൻ്റെ മൊബൈൽ സ്ക്രീന്, ലാപ്ടോപ്പ്, എൻ്റെ ലാപ്ടോപ്പ് കണ്ടിട്ട് അനിയൻ എന്നോട് ചോദിക്കരുത് എന്താണ് എണ്ണപ്പാടമെന്ന്. കാരണം ഫുൾ ടൈം ഞാൻ കുരിശ് വരച്ചാൽ പ്രാർത്ഥിക്കുന്നത് അതിൽ. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം അഡ്വക്കേറ്റ് അടിച്ചിരുമ്പോൾ, അതും ഓൾറെഡി എൻ്റെ കയ്യിലിരുന്ന ഒരു പേപ്പർ SBI മാനേജർ കണ്ടിട്ട് ഒരാവശ്യമില്ല, ഇത് യൂസ്ലെസ് എന്ന് പറഞ്ഞതാണ്. ആ പേപ്പർ ഞാൻ ഇങ്ങനെ അഡ്വക്കേറ്റ് എടുത്ത് വർത്താനം പറയുമ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, വേറെന്തോ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലെടുത്ത് കൊടുത്തപ്പോൾ ചോദിച്ചു, ഇങ്ങനത്തെ പഴയ എന്തെല്ലാം മുതൽ കയ്യിലിരിപ്പുണ്ടെന്ന് ചോദിച്ചു. അതുപോലെ ഇവരുടെ കയ്യിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് ഇട്ടാൽ ഒരുപാട് റെക്കമെൻഡേഷൻ ചെയ്യാനെല്ലാം പക്ഷെ ഒന്നും നടക്കില്ല, അവർ തരില്ലത്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഒരു പേപ്പറും കൂടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫയലിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് ആ മനുഷ്യരെ തരം നീട്ടി. പുള്ളി എന്നോട് പറഞ്ഞു, ക്രിസ്റ്റി ലക്കി എന്ന് പറഞ്ഞു. ഞാൻ ആ നിമിഷം, ഞാൻ ആദ്യമായിട്ടൊരാണ് അന്യമറസ്തൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ കൊന്തയും കാശ് രൂപം കൂടെ ഒരുമിച്ച് ഞാൻ ആ കൊന്ത ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, മാതാവ് രക്ഷിച്ചു എന്ന്. ഞാൻ മറ്റു മറസ്തരുടെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥന, എൻ്റെ സ്വകാര്യത, അവരുടേന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു. ആ നിമിഷം അത് കണ്ടാൽ ഇന്നേ വരെ ഒരു മനുഷ്യനും ബാങ്കുകാർ ഇത് മതി, ഇത് വെച്ച് നമുക്ക് ശരിക്കും അതല്ല ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ല, പക്ഷേ ഇത് മതി എന്ന് അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞു. പക്ഷേ ആ പേപ്പർ, അതും വെറും ഇന്നത്തെ നമ്മുടെ സമയത്തെ A4 സൈസ് ഷീറ്റ് അല്ല, 40-40 വർഷം മുമ്പുള്ള A4 സൈസ് ഷീറ്റിൻ്റെ എന്തായിരിക്കും അതിൻ്റെ രീതി എന്ന് ഓർക്കാമല്ലോ. അതും വെറുതെ ഒരു കാര്യമില്ല, അതും ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇതുമില്ല ആ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു പേപ്പർ ബാങ്ക് അംഗീകരിച്ചു.
അതുപോലെ ഞാൻ ബാങ്കിൽ പോയിരിക്കുമ്പോഴും എന്തോ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇത് പുള്ളി വായിക്കുകയും ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ താത്തിട്ട് ഉപ്പ് ആ മനുഷ്യൻ്റെ കാലായിരുന്നു എനിക്ക് കാണാൻ ഒറ്റയേറ് ഇങ്ങനെ ഞാൻ എറിഞ്ഞു ശരിക്കും. ആ നിമിഷം തന്നെ ആ മനുഷ്യനെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഡൗട്ട് ചോദിക്കാൻ വന്ന ഓഫീസറെ തിരിച്ചു വിട്ടു. അങ്ങനെ എനിക്ക് 100 അനുഭവം കിട്ടിയിട്ടുണ്ട്. അപ്പം പവർ ബോക്സിനെ ഞാൻ കാശ് രൂപത്തെ വിളിക്കുള്ളൂ, കാരണം അതുപോലെ എനിക്ക് അനുഭവങ്ങൾ കിട്ടുള്ളൂ. അതിങ്ങനെ ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് അങ്ങനെ റെഡിയായി. അതുപോലെ ഈയിടെ ഞാൻ യൂണിവേഴ്സിറ്റി പോയപ്പം ഞാൻ സത്യം പറയാലോ, ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. എനിക്ക് ജോസ് കെ മാണി MP ആയിട്ട് എൻ്റെ റിലേറ്റീവാണ്. അപ്പം എനിക്ക് അങ്ങനെ മേടിക്കാനാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ചെന്ന് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് പോലും എനിക്ക് സാധിച്ചു തന്നു. അതുപോലെ തന്നെ ഞാൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായിരുന്നു, ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഒരുപാട് ഡിലേ വന്നു. ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ഇന്നലെ എൻ്റെ കാനഡയ്ക്കുള്ള വിസ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഇപ്പം ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ അമ്മ പോലും അത് അറിയുന്നേ. ഏറ്റവും ആദ്യം ഈ ആൾക്കാരെ സാക്ഷ്യം പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. അത് ഞാൻ എൻ്റെ ഉടമ്പടിയിലേക്ക് കയറുന്നതിന് മുമ്പേ ഇവിടെ വന്ന് ഞാൻ പത്രം മേടിച്ച് അത് 4, 5, 6 കെട്ട് പത്രങ്ങൾ എല്ലാ തവണയും മേടിക്കാറ്. പല സ്ഥലത്തായിട്ട് ഞാൻ ഈരാറ്റുപേട്ടയിലെ പാലായിലെ എല്ലാ റോഡുകളിൽ കൂടെ പോയി ബസ് സ്റ്റാൻഡുകളിൽ നിന്നും ആ പത്രം കൊടുത്തിരുന്നേ. അതുപോലെ ഈയിടെ എൻ്റെ മുട്ടക്കയത്ത് പോയി ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഓരോരോ പത്തനംതിട്ടയ്ക്ക്, കോട്ടയം, എറണാകുളം അങ്ങനെ പല ബസ്സുകളിൽ കയറി ഓരോരുത്തർക്കായിട്ട് ഞാനിങ്ങനെ പത്രം കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ എപ്പോഴും പത്രം കൊടുക്കാറുണ്ട്. അത് ഞാൻ പത്രം ഇവിടുന്ന് കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ട് അതിൽ തൈലം തൊട്ട് ഓരോ പത്രത്തിലും വിശ്വാസ പ്രമാണം ചെല്ലി കുരിശ് വരച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാറ്. അതുപോലെ തന്നെ കാശ് രൂപ ഞാൻ മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഉടമ്പടിയുടെ ഉപ്പും, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവം കിട്ടിയിട്ടുള്ള അത് ഒക്കെ ഞാൻ മറ്റുള്ളവർക്കും കൊടുക്കാറുണ്ട്. ഉടമ്പടി ഇപ്പോൾ സാക്ഷി എപ്പോഴും തന്നെ മിക്കപ്പോഴും സ്റ്റാറ്റസ് ആയിട്ട് ഇടും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരുപാട് പേരോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിലർ ഇവിടെ ഞാൻ ഭയങ്കര തടസ്സമായി നിന്നിട്ടുള്ളവർ ഞാൻ പറഞ്ഞ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ട് അവരുടെ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് ഓർഫനേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവരുടെ വീടുകളിൽ ഞാനും അമ്മയും കൂടെ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഞാൻ ചെയ്ത ഒത്തിരി എമൗണ്ട് ഒന്നുമില്ല, എൻ്റെ ഈ ചെറിയ ശമ്പളത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. കാരണം ഞാൻ പൈസയ്ക്ക് വേണ്ടി നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന ഒരു തുക ഞാൻ മറ്റുള്ളവർക്ക് എപ്പോഴും കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇപ്പം വീഡിയോയിൽ കൂടെ വരുന്ന ചിലർ ഇത് സഹായം ചോദിച്ചില്ല, അങ്ങനെയുള്ളവർക്ക്, അല്ലാതെ എനിക്ക് പരിചയമുള്ളവർക്ക്, പിന്നെ അമ്മയ്ക്ക് പരിചയമുള്ളവർ ഞാൻ എന്ന് പറയാതെ അമ്മ കൊടുക്കുന്നതിന് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ മാതാവ് ഈശോയെ എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹമുണ്ട്. ഇനിയും ഞാൻ പറയാൻ വിട്ടുപോയ അനുഗ്രഹങ്ങളുണ്ട്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹം. എൻ്റെ ജീവിതം മാതാവ് ഏറ്റവും ഇപ്പം എൻ്റെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ നേരെ വരച്ച ഏറ്റവും ആകാശം മുട്ടുന്ന ഒരു ഗ്രാഫ്. അതുപോലെ എനിക്ക് മാതാവിനെ നേരിട്ട് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ മുണ്ടക്കയത്ത് വെച്ച്, കാരണം അതുപോലെ ശോഭയുള്ള ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്ര ശോഭയുള്ള ഒരു മുഖം. എനിക്കിതിവിടെ പറയാൻ ചെറിയൊരു ചമ്മൽ പോലെ ഉണ്ടായത്. കാരണം മനുഷ്യൻ വിശ്വസിക്കില്ലല്ലോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ ബോധമില്ലാതെ പറയുന്നത് ചിന്തിക്കുമല്ലോ എന്നോർത്ത് ഞാൻ അമ്മയോട് മാത്രം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു സ്ത്രീ ഇന്ന് വരെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ശോഭ അവരുടെ മുഖത്ത്, അത്രയ്ക്ക് തല ചിരി. എനിക്ക് അവരെ കണ്ട അതും ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പം അച്ഛൻ്റെ കുരിശുരൂപം എൻ്റെ കയ്യിലോട്ട് തന്നപ്പോൾ എനിക്ക് കുനിയാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ എൻ്റെ തല വിറയ്ക്കുന്ന പോലെ ആയിരുന്നു. ആ സമയത്ത് ജനുവരി 14 എഴുതി കാണിച്ചു. ഞാൻ വിചാരിച്ച് വിസ കിട്ടാനെന്ന്. പക്ഷേ അന്നാണ് ഞാൻ മാതാവിനെ കണ്ടത്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അമ്മ എൻ്റെ കൂടെ വന്ന് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതം അവസാനം വരെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നു. ഇനിയും പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തി, അതിനുവേണ്ടി ഞാനിപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള. അച്ഛൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ തവണ ബ്ലെസ്സിങ്ങിന് വന്നപ്പോഴും അത് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് എൻ്റെ ആവശ്യമൊന്നും ഞാൻ പറഞ്ഞില്ല, എനിക്കത് മാത്രം മതി. കാരണം അമ്മ അതുപോലുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലോട്ട് തന്നിട്ടുണ്ട്, എന്നെ ഉയർത്തിയിട്ടുണ്ട്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. യേശുവേ സ്തുതി, യേശുവേ ആരാധന. 34-ാം സങ്കീർത്തനം 7-ാം തിരുവചനം 7-8 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. എങ്ങനെ ഉടമ്പടി ഈ മകളെ ഇന്ന് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ സാക്ഷിയായി ഈശോയെ മഹത്വപ്പെടുത്തുവാൻ ഈ മകള് എങ്ങനെ കഴിഞ്ഞു, ഈ മകൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. തൻ്റെ ഓരോ അനുഭവങ്ങളും എണ്ണി പറയുകയായിരുന്നു. തനിക്ക് എങ്ങനെയാണ് ഈശോയെ അനുഭവിക്കാൻ സാധിച്ചത്, തൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു, ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയായി തന്നെ മാറ്റി നിർത്തിയ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് എങ്ങനെയാണ് ഈശോ തന്നെ എടുത്തുപയോഗിച്ചത്,
എനിക്ക് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യണം, അതൊന്നു മാത്രമാണ് എൻ്റെ നിയോഗം, എനിക്ക് വേറെ ആവശ്യങ്ങളൊന്നുമില്ല. അങ്ങനെ തൻ്റെ ജീവിതം ഇന്നൊരു സാക്ഷ്യമാക്കി ഈ മകൾ മാറ്റുകയാണ്. ചെറുപ്പക്കാരായ മക്കൾ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചറിഞ്ഞ കർത്താവിനെ, രുചിച്ചറിഞ്ഞ കർത്താവിനെയാണ് അവർ പ്രഘോഷിക്കുന്നത്. അത് ആർക്കും നിരസിക്കാൻ സാധിക്കില്ല. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഉടമ്പടിയിൽ നടക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് തന്നെയാണത്. അത് ഈ മകൾ ഇവിടെ നിന്ന് ഇത് ഉദ്ഘോഷിക്കുമ്പോൾ തീർച്ചയായും അത് തന്നെയാണ് നമുക്കും മനസ്സിലാക്കുവാൻ കഴിയുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, കൃപകൾ ഉദ്ഘോഷിക്കുവാനും അതിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നമുക്കും ഇടയാകട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.